ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നൊരു മാജിക്കിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്. പക്ഷെ അറിയാൻ വയ്യാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആ ആൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ആളുടെ ലൈഫിൽ ഉണ്ടാവുമെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ നന്ദി പറയുന്ന മൂലം ആദ്യം തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയും, നമ്മുടെ ഹാപ്പിനെസ് കൂടും, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലാണ് ആദ്യം ഇത് സംഭവിക്കുക. അതായത് ബ്രെയിനിൽ നമ്മുടെ അതായത് സ്ട്രെസ് ഹോർമോൺസ്, നമ്മളിപ്പോൾ ഒരുപാട് എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയാൻ തുടങ്ങിയാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾ കുറയുകയും നമുക്ക് ഫീൽ ഗുഡ് ഹോർമോൺസ്, അതായത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരുന്ന ഹോർമോൺസ് ആയ ഡോപ്പമിനും സെററ്റോണിനും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അതുമൂലമാണ് നമുക്ക് നമ്മുടെ സ്ട്രെസ് ലെവലും കുറഞ്ഞ് നമുക്ക് ഹാപ്പിനെസ് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ഇന്ന് മിക്കവാറുമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടി എന്നതിലല്ല നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, നമുക്ക് എന്തില്ല എന്നതിനെ കുറിച്ചാണ് അവരുടെ വിഷമിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുകയും അവർക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ചുറ്റും നോക്കുക, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പം നമുക്ക് കാഴ്ചയുണ്ട്, നമുക്ക് കേൾവി ശക്തിയുണ്ട്, നമുക്ക് നടക്കാൻ പറ്റും, നമുക്ക് പിന്നെ ഓടാൻ പറ്റും, ചാടാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കണ്ണ്, ചെവി, എല്ലാത്തിനും നമ്മൾ ആദ്യം തന്നെ നന്ദി പറയണം. നമ്മൾ ആദ്യം നമ്മളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ള കാരണങ്ങൾ നമുക്ക് കൊണ്ടുതരുമെന്നാണ് പറയുന്നത്. അതായത് ഒഫ്ര വിൻഫ്രെ എന്നൊരു അമേരിക്കൻ ബില്യനെയർ ഉണ്ട്. പുള്ളിക്കാരിയാണ് ആദ്യത്തെ അമേരിക്കൻ ബ്ലാക്ക് ബില്യനെയർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു കോട്ടാണ്, നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നോ അത്രത്തോളം നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരും. നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എത്ര കിട്ടിയാലും അല്ലെ എന്ത് കിട്ടിയാലും നമുക്ക് മതി വരാതാകും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുക. നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരം അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ നന്ദി പറയാം. ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ, നമുക്ക് അപരിചിതനായ ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചതാകാം, നമ്മൾ അതിന് പോലും നന്ദി പറയണം. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ നന്ദി പറയണം. അങ്ങനെ നമ്മൾ നന്ദി പറയാൻ ശീലിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും കാണാം. കാരണം നമ്മളിപ്പോൾ ഈ രാത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഫുൾ എനർജറ്റിക് ആയിട്ടും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ആയിരിക്കും എണീക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യണം. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി പെട്ടെന്ന് പഞ്ചറായി, നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്നുകിൽ ദേഷ്യം വരാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ പേടിക്കും, അയ്യോ എന്ത് ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു ഫുൾ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നെ നമ്മൾ ആകർഷിക്കുക ചെയ്ത്. അപ്പോൾ നമ്മൾ പക്ഷെ ആ ഒരു സമയത്ത് നമ്മളുടെ കൂട്ടുകാരനെ വിളിക്കുക, എടാ എൻ്റെ വണ്ടി ഇങ്ങനെ പഞ്ചറായി എന്ന് പറയുമ്പോൾ അവൻ ഓടി എത്തുവാണ്, അല്ലെങ്കിൽ അവൻ വരാമെന്ന് പറയുമെങ്കിൽ നമ്മൾ അതിന് നന്ദി പറയണം. എനിക്ക് ഇങ്ങനെ ഒരാളുണ്ടല്ലോ, എന്നെ സഹായിക്കാൻ വരാൻ ഒരാളുണ്ടല്ലോ, എൻ്റെ വണ്ടി പഞ്ചർ ആയതുകൊണ്ടാണല്ലോ എനിക്ക് അവൻ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അതിന് നന്ദി പറഞ്ഞ് ശീലിക്കണം. നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരിക്കലും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി ആകർഷിക്കത്തില്ല. നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഈ നമ്മളുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-10-10 എന്ന് പറഞ്ഞിട്ട് ഒരു റൂള് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ബുക്ക് എടുക്കുക, അതിലൊരു 3 അതായത് 3ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് 3 കോളം വരയ്ക്കുക. 3 കോളം വരച്ചിട്ട് അതിൽ ഫസ്റ്റിൽ നമ്മൾ ഒരു 10 കാര്യങ്ങൾ, അതായത് നമുക്ക് ആഗ്രഹമുള്ളൊരു 10 കാര്യങ്ങൾ. ഇപ്പം നമുക്ക് കാറ് വാങ്ങാനാകാം, അല്ലെങ്കിൽ നമുക്കൊരു സ്കൂട്ടർ ആവാം, നമുക്കൊരു വീടാകാം.
എന്തുമായിക്കോട്ടെ, എന്ത് കാര്യമായാലും നമുക്കത് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ആദ്യത്തെ കോളത്തിൽ എഴുതുക. അതായത് എനിക്ക് കാറ് കിട്ടിയതിന് നന്ദി, എനിക്ക് സ്കൂട്ടർ കിട്ടിയതിന് നന്ദി, എനിക്ക് വീട് കിട്ടിയതിന് നന്ദി. അങ്ങനെ ഒരു 10 കാര്യങ്ങൾ നമ്മളൊരു ഫസ്റ്റ് കോളത്തിൽ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഇപ്പം നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫാമിലി, നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നു, അങ്ങനെ ഒരുപാട് എണ്ണിയാ തീരാത്തത്ര അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ചിലപ്പോൾ കാണുന്നേ ഉണ്ടാവില്ല. നമ്മൾ ആ ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ഒരു 10 കാര്യങ്ങൾ നമ്മൾ, എനിക്കിപ്പം കണ്ണ് കാണുന്നതിന് നന്ദി, എനിക്ക് ചെവി കേൾക്കുന്നതിന് നന്ദി, അങ്ങനെ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, നന്ദി പറയുക. മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ ഇഷ്ടം, ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് വായിക്കുന്നത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് സ്പോർട്സ് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി, എനിക്ക് കുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി. അങ്ങനെ നിങ്ങളുടെ 10 ഇഷ്ടങ്ങൾ അടുത്ത കോളത്തിൽ എഴുതുക. നിങ്ങളിത് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും ഹെൽത്ത് വൈസ് ആണെങ്കിലും മണി വൈസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ബെനഫിറ്റ്സ് നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന മൂലം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. എല്ലാവർക്കും ഇതൊരു പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ചില ആൾക്കാരൊക്കെ ഇത് ചെയ്താൽ ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ, അങ്ങനെ ഒന്നും ആരും സംശയിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളിത് വിശ്വാസതയോടുകൂടി തന്നെ നിങ്ങളിത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. അത് കാരണം അതിനൊരു ബെറ്റർ എക്സാമ്പിളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ മിറാക്കിൾ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഞാനിങ്ങനെ പറയുന്ന മൂലം ചിലപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം, അവളങ്ങനെ പറഞ്ഞില്ലേ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി അവരുടെ ലൈഫിൽ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നത് എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടാകും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഒരാളോട് താങ്ക് യു പറയുമ്പോൾ അത് നമ്മൾ അത്രയും ജെന്യുവിനായിട്ടും ഭയങ്കര സ്പെസിഫിക് ആയിട്ടുമായിരിക്കും. ഞാനത് പറയാൻ വിട്ടുപോയി. അത് ഭയങ്കര സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മളത് പറയേണ്ടത്, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ബലം ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഒരു ബുക്ക് താഴെ വീണു പോയി, അപ്പോൾ ഒരാൾ നമുക്കത് എടുത്ത് തരികയാണെങ്കിൽ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല അത് പറയാം. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ടും ജെന്യുവനായിട്ടുമാണ് പറയുന്നത്. അതായത് താഴെ വീണു പോയ ബുക്ക് എടുത്ത് തന്നതിന് നന്ദി എന്ന് തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഫലം നമുക്ക് യൂണിവേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കും. താങ്ക് യു.